എന്നെ പോകുന്ന ആരാന്നറിയാവുമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ പ്രസിഡന്റിൻ്റെ പെങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കാണുന്നത്. ഗാന്ധിജിയെ കല്യാണം നടത്തിയത്. അവർക്ക് മലയാളം അറിയത്തില്ല, സംസാരിക്കാൻ പറ്റുമോ? കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പുള്ളി അന്ന് ചികിത്സയ്ക്ക് പോയി. അങ്ങനെയാ കുഞ്ഞേട്ടൻ ഇത് കിട്ടിയത്. അല്ല, കരുണാകരൻ വിളിച്ച് പറഞ്ഞ കൊടുക്കുകയില്ല ജാതിയുടെ. അപ്പം കുഞ്ഞേട്ടൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ താഴ്ന്നു കിടക്കുന്ന തന്നെ പ്രസിഡന്റ് ആക്കാൻ സമ്മതിക്കുമോ? കെ.ആർ. നാരായണന്റെ സ്മൃതിപണ്ഡം ഇരിക്കുന്നത് പ്ലാസ്റ്റിക് വയറിട്ട് കിട്ടിയേക്ക് വന്നു. ആ രാഷ്ട്രപതിക്ക് കിട്ടേണ്ട ഒരു അംഗീകാരങ്ങളും വെറുതെ ഇരിക്കുവോ ഇത് വെയിലും മഴയും കൊണ്ട്? എത്ര നാള് പറഞ്ഞതിന് ശേഷമാണ് ഇതായത് ഈ സ്മൃതി മണ്ഡപം. അല്ല, ഇത് കൊണ്ടുവന്ന് വെക്കുന്നതിന് 15 മിനിറ്റ് മുമ്പ് വരെ എവിടെയായിരുന്നു അറിയാവോ ഇത് കൊണ്ടുവരേണ്ടത്? ശാന്തിഗിരി. ഒറ്റ രാത്രി കൊണ്ട് ആ മണ്ഡപം പോലെ ഉണ്ടാക്കിയത്. ഇപ്പൊ ഇരിക്കുന്ന ഓടും ഇതൊന്നും ഇല്ല. മുൻ രാഷ്ട്രപതി കെ.ആർ. നാരായൺ സാറിൻ്റെ ജനിച്ചു വളർന്ന തറവാട്ട് വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. തറവാട് ഇപ്പം നിലവിലില്ല. അത് മുഴുവൻ കാലപ്പഴക്കം വന്ന് നശിച്ചു പോവുകയായിരുന്നു ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപം ഞാനിരിക്കുന്നതിൻ്റെ പുറകിൽ ഉണ്ട്. മലയാളിയായിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡൻ്റ് ആയിരുന്നു അദ്ദേഹം. ഇപ്പം അദ്ദേഹത്തിൻ്റെ സഹോദരിയാണ് എന്നോട് സംസാരിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. അമ്മയുടെ പേര്? സീതാലക്ഷ്മി. സീതാലക്ഷ്മി. അമ്മ രാഷ്ട്രപതിയുടെ എൻ്റെ അച്ഛൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ മകൻ. അതായത് മൂത്ത ചേട്ടൻ. കൊച്ചേട്ടൻ എന്തായിരുന്നു വിളിക്കുന്നത്? ഞങ്ങൾ കുഞ്ഞേട്ടൻ എന്നായിരുന്നു വിളിച്ചോണ്ടിരുന്നത് അല്ലേ? അമ്മയായിട്ട് 25 വയസ്സിന് വ്യത്യാസമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളെ അമ്മയ്ക്ക് അറിയത്തുള്ളൂ. ഇപ്പം നിങ്ങളാണ് ഈ തറവാട്ട് വീട്ടിൽ താമസിക്കുന്നത്. തറവാട് പോയെന്ന് പറഞ്ഞല്ലോ. അപ്പം ഞങ്ങൾ ഇത് ഇങ്ങോട്ട് കയറി താമസിച്ചപ്പോൾ പിന്നെ അത് ആരും നോക്കാനില്ലാതായി. അതങ്ങനെ അങ്ങ് പോയി. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അദ്ദേഹം രാഷ്ട്രപതിയായിട്ട് സ്ഥാനമേൽക്കുന്നത്. അപ്പം ഞാൻ പറയണത് ആ ഒരു കാലഘട്ടത്തിലൊക്കെയാണ് മലയാളി രാഷ്ട്രപതിയായി. നമ്മൾ ചെറിയ ക്ലാസ്സല്ലേ, നമ്മൾ വിവരങ്ങളൊക്കെ ഇങ്ങനെ അറിഞ്ഞറിഞ്ഞ് വരുന്ന പ്രായമേ ഉള്ളൂ. ഭയങ്കര സന്തോഷം. ഞാൻ പഠിച്ച മരങ്ങാട്ടുള്ളി സ്കൂളിൽ അന്ന് പായസമൊക്കെ വെച്ചു. 3ാം 4ാം എങ്ങാണ്ടാണ് ഞാൻ പഠിക്കുന്നത്. ഞങ്ങൾക്കൊക്കെ തന്നു. അന്ന് ഈ കുറിച്ചിത്താന സ്കൂളിലൊക്കെ ഭയങ്കര ആഘോഷമായിരുന്നു. കാരണം അദ്ദേഹം പഠിച്ച സ്കൂളായിരുന്നു. അമ്മയ്ക്ക് ആ ദിവസം എങ്ങനെയാണെന്ന് ഓർക്കുന്നുണ്ടോ? നിങ്ങളോട് എങ്ങനെയാ വിളിച്ചു പറഞ്ഞതെന്ന്? പ്രസിഡന്റ് ആയെന്നുള്ളത് അങ്ങനെ വിളിച്ചു പറഞ്ഞത് നമ്മൾ ന്യൂസിൽ കൂടി അറിയുന്നത്. നിങ്ങൾ ഇവിടെ ന്യൂസിൽ കൂടി അറിയുന്നത്. പിന്നെ സന്തോഷം വരികയല്ലേ. അമ്മ ടീച്ചറാണ്. ഞാൻ ആയിരുന്നു. ഇപ്പൊ റിട്ടയർഡ് ആയിട്ട് 2001 റിട്ടയർ ചെയ്തു. നിങ്ങൾ ടീച്ചർമാരുടെ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ റിട്ടയർ ആയാലും ടീച്ചറെന്നെ വിളിക്കത്തുള്ളൂ. അതത്രേ ഉള്ളൂ. അപ്പൊ പിന്നെ ടീച്ചർ നിങ്ങൾ മാത്രമേ ടീച്ചർമാരെ മാഷന്മാരെയാണ്. ബാക്കി എല്ലാവരെയും റിട്ടയർ ആയെന്ന് പറയും. നമ്മളെ മാത്രമല്ല, ടീച്ചർ സാറേയും തന്നെയാണ്. അത് ശരിയാ. അങ്ങ് വരെ വിളിക്കുന്നില്ല. മാത്രമല്ല, എവിടെ ചെന്നാലും നമ്മൾ പഠിപ്പിച്ച ഒരു പയ്യനോ പയ്യത്തിയോ കാണും. വരികയും ചെയ്യും, സംസാരിക്കുകയും ചെയ്യും. അദ്ദേഹത്തിന്റെ മക്കൾ 2 പേരല്ലേ? അവരായിട്ട് ഇപ്പൊ വിളിക്കാറുണ്ട്? ഒന്നുമില്ല. എന്താണ് അവരിങ്ങോട്ട് വരാത്ത? ഇത് ഇവിടെ കൊണ്ടുവന്ന് വെക്കാനായിട്ട് വന്നത് ഇളയമോള അമൃത. ഈ സ്മൃതി മണ്ഡപം വെക്കാൻ വേണ്ടി. അതിനുശേഷം പിന്നെ ഇങ്ങോട്ടേക്ക് ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, എന്റെ 4ാം ക്ലാസ്സിലെ ഓർമ്മ എന്ന് പറയുമ്പോൾ 4, 3 എങ്ങാണ്ടാണ് ഓർമ്മ. ആ ഒരു സമയത്ത് എന്റെ ഓർമ്മയില് അന്ന് ഇതിലെ പോയായിരുന്നു, വണ്ടി പോയായിരുന്നു. അന്ന് ഇതിലെ രാഷ്ട്രപതി പോയായിരുന്നേ. നിങ്ങൾ കേരളത്തിൽ വന്നപ്പോൾ നമ്മുടെ ഇതുവഴി ഞാൻ പോയായിരുന്നു. അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ ഭയങ്കര എന്തോ വലിയൊരാളെ കാണുമോ, വലിയൊരാളെ ഇങ്ങനെ ആദ്യമായിട്ട് ഇത്രയും വലിയൊരാളെ കാണുന്ന ഫീലിൽ നിൽക്കുക. നമുക്കൊക്കെ ഒരു വലിയ ആളാണ് അദ്ദേഹം. അപ്പൊ അമ്മയെ സംബന്ധിച്ച് കുഞ്ഞേട്ടൻ. ഞങ്ങളെല്ലാവരും ഒരു കുടുംബം എല്ലാവരും കുഞ്ഞേട്ടൻ എന്നാണ് വിളിക്കുന്നത്. അമ്മയുടെ ഓർമ്മ വെച്ച കാലം മുതൽ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന് എന്ന് പറഞ്ഞാൽ? അന്നേരം ഇവിടെയൊന്നും ഇല്ല, ഡൽഹിയിലും ഇവിടെയൊക്കെയാണ്. അങ്ങനെ വരുമ്പോഴേ നമ്മൾ ഓടിച്ചെല്ലും കാണാൻ. കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കാണുന്നത്. അമ്മ കാണുന്ന. കല്യാണമൊക്കെ കഴിഞ്ഞ് ഉഷ ചേച്ചി വരുമ്പോഴാണ് നമ്മൾ ഓടിച്ചെന്ന് കാണാൻ പോകുന്നതൊക്കെ. അപ്പം വലിയ അവർക്ക് മലയാളം അറിയത്തില്ല. അതെ, ഞാനാ ചോദിക്കാൻ വരുമായിരുന്നു. മലയാളം അറിയത്തില്ല. ഉഷ ചേച്ചിനെ എങ്ങനെയാ കണ്ടത്, സംസാരിച്ചതൊക്കെ? സംസാരിക്കാൻ പറ്റുമോ? പിന്നെ എങ്ങനെ കുഞ്ഞേട്ടൻ പറഞ്ഞു കൊടുക്കും, ഇന്നയാളാണ്, അച്ഛൻ്റെ അനിയൻ്റെ മോളാണ് എന്നിങ്ങനെ പറഞ്ഞു. അവരെത്ര മക്കളാ? അതായത് അമ്മയുടെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞു, അതായത് രാഷ്ട്രപതിയുടെ അച്ഛനൊക്കെ അവരെത്ര മക്കളാ ഇവിടെ? അവര് മൂത്തതാ കുഞ്ഞേട്ടൻ്റെ അച്ഛൻ. രണ്ടാമതൊരാളുണ്ട്, അത് മരങ്ങാട്ടുള്ള ആയിരുന്നു. നിങ്ങൾ അറിയുമായിരിക്കും. അനിൽ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു കോവിഡ് വന്ന് മരിച്ചൊരു പയ്യനുണ്ട്, അനിൽ. ആ ജംഗ്ഷൻ്റെ അങ്ങോട്ട്, മരങ്ങാട്ടുപള്ളി ജംഗ്ഷൻ്റെ അങ്ങോട്ട് വരേണ്ടതിന് ഇപ്പുറമായിട്ട് ആയിരുന്നു അവരുടെ വീട്. അത് കഴിഞ്ഞ് പിന്നെയുള്ളത് ശങ്കരൻ എന്ന് പറഞ്ഞൊരാളാണ്. അത് അച്ഛൻ്റെ മൂത്തത്. എൻ്റെ അച്ഛൻ 4ാമത്തേതാണ്.
നിങ്ങൾക്ക് പെങ്ങന്മാരൊന്നും ഇല്ലായിരുന്നോ? രണ്ട് പെങ്ങന്മാരാ. ആ. അങ്ങനെ ഇവർ 7 പേരാ. ആ ആ ആ 2 പെങ്ങന്മാർ, ഒരാൾ അൺമാരീഡ് ആയിരുന്നു. ആ ആ ആ ആ അപ്പോൾ എൻ്റെ അച്ഛൻ 4ാമത്തേത്. എൻ്റെ അച്ഛൻ്റെ ഉള്ളത് ആർ വേലായുധെന്ന് കേട്ടിട്ടുണ്ട്, MP. ആ ആ ദാക്ഷായണി വേലായുധൻ്റെ. ആ. ദാക്ഷായണി വേലായുധൻ. മനസ്സിലായി. ആദ്യം അത് തന്നെ. ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതിയ അത് തന്നെ. ഇവിടെ നിന്ന് പോയ ഒരേ ഒരു ദളിത് സ്ത്രീ അത് തന്നെ ഭരണഘടന. ആദ്യത്തെ. ദാക്ഷായണി വേലായുധന്റെ എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യ. ഓ ആ ആ ആ ആ അച്ഛൻ്റെ അനിയൻ ആർ വേലായുധൻ. 2 പേരും MP-മാരായിരുന്നു. ആ ആ ആ ഓ ഞാൻ ഇങ്ങനെ കണക്ഷൻ ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. ഞാൻ അവരുടെ മകൾ മീര ചേച്ചി നല്ല കണക്ഷൻ, ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദമാണ്. പക്ഷെ അത് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടെന്ന് ഇപ്പൊ പറയുമ്പോഴല്ലേ എന്താ അറിയുന്നത്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോ പിന്നെ മറ്റൊരു അപ്പം ഇവര് 5 ആണുങ്ങളും 2 പെണ്ണും, അങ്ങനെ 7 പേര്. ഇവര് വൈദ്യന്റെ ഫാമിലിയാണ്. അതെ. മുത്തച്ഛൻ എൻ്റെ മുത്തച്ഛൻ ഇപ്പൊ ഇവിടെ തറവാട്ടിലില്ലേ, നേരം വെളുക്കുമ്പോഴേ ഒരു കൊരണ്ടി, നമ്മൾ കൊരണ്ടിപ്പലക എന്ന് പറയല്ലേ, കസേരയൊന്നും ഒന്നില്ല, അതേ അതങ്ങ് ഇരിക്കും, തിണ്ണയിലോട്ടങ്ങ് ഇരിക്കും. മുറ്റം നിറച്ച ആൾക്കാരായിരിക്കും. ഈ പിള്ളേരുടെ ചികിത്സയായിരുന്നു കൂടുതൽ എന്നാ കേട്ടിട്ടുള്ളത്. പിള്ളേരുടെ ചികിത്സ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവാനാണോ? അതല്ല, പിള്ളേർക്ക് അസുഖം വന്നാലോ, അല്ല ഉണ്ടാകാനും അതല്ല, പിള്ളേർക്ക് അസുഖം വന്നാൽ ചികിത്സിക്കുന്ന നാട്ടു ചികിത്സ. അങ്ങനെയായിരുന്നു. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവസാനം മുത്തച്ഛനോ സംസാരിക്കലായിരുന്നു. ഓ ഇതൊന്നും വേറെ ആരെയും പഠിപ്പിച്ചില്ലേ മക്കൾക്കൊന്നും കൈമാറി? പിന്നെ അല്ലാതെ എൻ്റെ ചേച്ചി ഡോക്ടറായിരുന്നു, MBBS ഡോക്ടർ. കോഴിക്കോട്ട് മെഡിക്കൽ കോളേജിൽ. അത് ചേച്ചി 2008 മരിച്ചുപോയി. അപ്പൊ എല്ലാ കുടുംബത്തിലും ഉണ്ട് ഓരോ ഡോക്ടേഴ്സ്. ആണല്ലേ? എല്ലാ കുടുംബത്തിലും ഉണ്ട്. ഇപ്പൊ അച്ഛൻ്റെ നേരെ മൂത്ത ഉണ്ടായിരുന്നു ഡോക്ടർ ശ്രീധരൻ എന്ന് പറഞ്ഞ്, ഇംഗ്ലണ്ടിലായിരുന്നു. പുള്ളിക്കാരൻ മരിച്ചിട്ട് 4 വർഷമായുള്ളൂ. എല്ലായിടത്തും ഉണ്ട്. മീരയുടെ ആങ്ങള ഒരാൾ രഘുത്തമൻ, മൂത്ത മീരയുടെ ആങ്ങള, അവൻ ഡോക്ടറായിരുന്നു. അങ്ങനെ എല്ലാ കുടുംബത്തിലും ഓരോ ഡോക്ടേഴ്സ് ഉണ്ട്. ഓക്കെ. ഇപ്പോൾ പറയുമ്പോഴാണ് നമ്മൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ഞങ്ങൾ PSC അല്ലാണ്ട് നമ്മൾ പഠിക്കുമ്പോഴാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംബേദ്കറൊക്കെ ഡയറക്റ്റ് ഇവിടെ നിന്ന് വിളിക്കുന്ന ദാക്ഷായണി വേല, അന്നത് 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള ഒരാളെന്നുള്ള നിലയിലാണ് വിളിച്ചുകൊണ്ട് പോകുന്നത്, ദളിത് സ്ത്രീ എന്നുള്ള. അവരായിട്ട് സംസാരിച്ചിട്ടും കണ്ടിട്ടും ഒക്കെ ഉണ്ട്. പിന്നെ ഇല്ലേ, അവരിവിടെ തന്നെയായിരുന്നു താമസം? അതോ അല്ല, എറണാകുളത്ത്. ഗാന്ധിജിയെ കല്യാണം നടത്തിയത്. ഇവരുടെ കല്യാണം. ഓ കസ്തൂർബായും ഗാന്ധിജിയും കൂടെ ഇരുന്നുള്ള ഫോട്ടോ അന്ന് പേപ്പറിലുണ്ടായിരുന്നു. ഓ ഓക്കെ. ആദ്യം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒക്കെ പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടല്ലേ കല്യാണമൊക്കെ കഴിഞ്ഞത് അല്ലേ? അങ്ങനെ. അപ്പം ഈ കുഞ്ഞാട്ടൻ വരുമ്പോ, അതായത് കല്യാണം കഴിഞ്ഞിട്ടാണ് അമ്മ നേരിട്ട് കാണുന്നത്, അതിന് മുന്നേ കണ്ടിട്ടില്ല? അതിന് മുമ്പ് ഇവിടെയൊന്നും ഇല്ലല്ലോ, കേരളത്തിലൊന്നും ഇല്ല. അന്നേരം പരീക്ഷയെല്ലാം കഴിഞ്ഞു പോയില്ലേ, പഠിത്തമല്ല. ഇപ്പൊ നമ്മൾ ഈ ഇടയ്ക്ക് നമ്മള് പത്രത്തിലൊക്കെ നോക്കുമ്പോ, അല്ലെങ്കിൽ എന്ത് വിശേഷം നോക്കുമ്പോൾ രാഷ്ട്രപതിയുടെ ജനനവും മരണവും ഒരു ചെറിയ കോളത്തിലാണ്. അതും ഞാനൊക്കെയും ഇങ്ങനെ പലരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എന്താണ് കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ഒരാളാണ്. അത് ആരായിരുന്നുകൊണ്ടാണ് അങ്ങനെയെന്ന് മനസ്സിലായോ? ഇനി കൂടുതൽ പറയേണ്ടത് ഞാൻ അത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ, വേറെ ഏതെങ്കിലും മതം പറയുന്നത് ശരിയല്ല, എന്നാലും വലിയ അക്ഷരത്തിൽ കണ്ടേനല്ലോ, വലിയ കോളത്തിൽ കാണുകയില്ലായിരുന്നു. നമുക്കപ്പൊ അങ്ങനെ ജാതീയപരമായിട്ടുള്ള ഉണ്ട് എന്ന് തന്നെയാണ് അമ്മ പറഞ്ഞത്. ഉണ്ട് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അല്ല, പരവനല്ലെന്ന് മനസ്സിലായമ്മ. നമുക്ക് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ, എനിക്കെല്ലാം അറിഞ്ഞിട്ടല്ലേ ഞാനിവിടെ വരാം. നിങ്ങൾക്ക് ഒരു ഒന്നുമില്ല, കാരണം മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലല്ലോ. അപ്പം അതുപോലെയുള്ളതാണ്. എന്നതാ ഇന്നയാളല്ലേ. അതായത് വെളിയിൽ നിന്നൊക്കെ, ദൂരെ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് കാണാനൊക്കെ. കാണാനൊക്കെ ദൂരെ നിന്നൊക്കെ, കേരളത്തിന് വെളിയിൽ നിന്ന് വന്നിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് ഇന്നും ഒരു രാഷ്ട്രപതിക്ക് കിട്ടേണ്ട ഒരു അംഗീകാരങ്ങളും ഇവിടെ കിട്ടിയിട്ടില്ല. ഇതിപ്പോ ഇതില്ലേ, വെറുതെ ഇരിക്കുവോ ഇത്, വെയിലും മഴയും കൊണ്ട്. എന്നിട്ട് ഇപ്പോഴാണ് റൂഫ് കെട്ടിയത്. 2 വർഷമായുള്ളൂ. 2 വർഷമായതുള്ളൂ റൂഫ് കെട്ടി. ഇത്രയും വർഷമായിട്ട് അദ്ദേഹത്തിന് ഇവിടെയായിരുന്നു അടക്കിയത്. അതെ, ഇവിടെ. ഓ, ഇവിടെ കൊണ്ടുവന്നായിരുന്നു അടക്കിയത്. അത് എനിക്ക് ഓർമ്മയില്ല, അതാണ് സ്വന്തം നാട്ടിൽ. നവംബർ 14-നായിരുന്നു. 9-ന് മരിച്ചു, 14-ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അല്ല, പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇപ്പൊ നമ്മളായിട്ട് പറയാൻ പറ്റില്ല, നമുക്കത് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഇങ്ങനെ എന്തുകൊണ്ടാവാം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. രാഷ്ട്രപതി ആദ്യത്തെ മലയാളിയാണ്. എത്ര പേര് ഇവിടെ കിടക്കുന്നതെന്നറിയോ? എൻ്റെ അച്ഛനും അമ്മയും, കുഞ്ഞേട്ടൻ്റെ അച്ഛനും അമ്മയും, അങ്ങനെ ഇവിടെയുള്ള സകലരെ കിടക്കുന്നു. 10-15 പേരുണ്ട് ഇവിടെ. ഓ, അതിൻ്റെ അടുത്തല്ലേ? അതിൻ്റെ 2 സെന്റ് കൊച്ചേരി കുടുംബത്തിൻ്റെ
ശ്മശാന. ഈ കുടുംബത്തിന്റെ പേര് കോച്ചേരി. കോച്ചേരിൽ. കോച്ചേരിയിൽ. കോച്ചേരിയിൽ നിന്നില്ല, കോച്ചേരിൽ. കോച്ചേരിൽ. അമ്മ മുത്തശ്ശൻ ഇങ്ങനെ ആയുർവേദമാണെന്ന് പറഞ്ഞല്ലോ. അപ്പം ആ സമയത്തൊക്കെ അപ്പം സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടായോ? ആണോന്നോ ഒത്തിരി. കാരണം എൻ്റെ അച്ഛൻ മാത്രം, അച്ഛൻ ടീച്ചറായിരുന്നു. അപ്പോൾ ഈ LP സ്കൂളിലാണ് അച്ഛൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നേ. കുഞ്ഞേട്ടനെ കയ്യെ പിടിച്ച് അന്ന് കണ്ടമൊക്കെ റോഡൊന്നുമില്ല. ആ കണ്ടം വഴി എൻ്റെ അച്ഛനെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ചേർത്ത് സ്കൂളിൽ. KR അയ്യപ്പൻ മാസ്റ്റർ എന്ന് പറയും. അന്നത്തെ കാലത്ത് സ്കൂളിൽ ഈ നമ്മുടെ കുറിച്ചിത്താനം സ്കൂളിൽ പഠിച്ചത് അങ്ങനെയാണ്. അങ്ങനെ അച്ഛൻ വഴി അച്ഛനാണ് കൊണ്ടുപോയി ചേർത്തത്. പിന്നെ 10ാം ക്ലാസ് വരെ നാട്ടിലെ നമ്മുടെ വടകര, കുത്താട്ടുകുളം, വടകര. അത് നല്ല ദൂരമില്ലേ ഇവിടെ നിന്ന്? അച്ഛൻ അങ്ങോട്ട് സ്ഥലമാറ്റം, ഈ ഗവൺമെൻറ് സ്കൂളാകുമ്പോൾ സ്ഥലമാറ്റം വരികയല്ലേ. അപ്പം കൊണ്ടുപോയി KR ഗൗരിയില്ലേ, കുഞ്ഞേട്ടൻ്റെ ചേച്ചി, KR ഗൗരി അന്മാരീട, KR ഭാസ്കരൻ അന്മാരീട. അപ്പം ഇവരെ രണ്ടുപേരും, കുഞ്ഞേട്ടനെയും ഈ KR ഗൗരിയും കൂടി അച്ഛൻ വടകര സ്കൂളിൽ ട്രാൻസ്ഫറായി. അപ്പോൾ ഇവരെയും കൂടെ കൊണ്ടുപോയി. അപ്പൊ എങ്ങനെയായിരുന്നു അവർ പോയിക്കൊണ്ടിരുന്നത്? കൊണ്ടുവന്ന് അമ്മയുണ്ടല്ലോ, അന്ന് ഞാനൊന്നുമില്ല, നടന്നായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അല്ല, നമ്മുടെ വാടകയ്ക്ക് താമസിക്കില്ലേ. അവിടെ തന്നെ അങ്ങ് വാടകയ്ക്ക് അല്ലാണ്ട് ഇവിടുന്ന് പോയി വരാൻ പറ്റിയല്ലോ അച്ഛന്. അങ്ങനെ അവിടെ. അപ്പം ഇവരെ രണ്ടുപേരെയും കൂടെ കൊണ്ടുപോയി, കുഞ്ഞേട്ടനെയും കൊണ്ടുപോയി, KR ഗൗരിയെയും കൊണ്ടുപോയി. അപ്പം അവിടെ നിന്നാണ് അച്ഛൻ സ്കൂളിൽ വിട്ട ഇവരെ. ഇവിടെയൊക്കെ ആരും ഇല്ലല്ലോ, ആരുമൊന്നും ഇല്ല. അല്ല, അത് ഞാനത് കൃത്യമായിട്ട് വിദ്യാഭ്യാസത്തിന്റെ കാര്യം ചോദിക്കാൻ കാരണം, ഒരാൾക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഈ ലെവലിൽ എത്താൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ വീട്ടിലെ ദാരിദ്ര്യം കൊണ്ട് പറമ്പി പണിക്ക് പോയാൽ മക്കളും മക്കളും ഇന്ന് അങ്ങനെ തന്നെ ജീവിക്കത്തേ ഉള്ളൂ. അപ്പം അച്ഛൻ മാത്രമേ അന്ന് ഒരു വരുമാനം ഉണ്ടായിരുന്നുള്ളൂ, അച്ഛന് മാത്രം, ബാക്കി ആർക്കും ഇല്ല. അപ്പോൾ അച്ഛൻ്റെ അന്നത്തെ ശമ്പളം നമുക്കറിയാം. അങ്ങനെ അതുകൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവരെയും കൊണ്ട് അത്രയും കഷ്ടപ്പാട് കുറയുമല്ലോ എന്നോർത്താണ് അച്ഛൻ കൊണ്ടുപോയത്. കൊണ്ടുപോയി അവിടെ പഠിപ്പിച്ചത്. അന്നേരം അമ്മ പറയായിരുന്നു, എൻ്റെ ഇല വെട്ടിയിട്ടുണ്ടെന്ന്. ചോറ് പൊതി ഇവർക്ക് രണ്ടുപേർക്കും പൊതി കിട്ടിയിട്ടുണ്ടെന്ന് അമ്മ പറയായിരുന്നു. പൊതി കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം പിന്നീട് CMSലേക്ക് പ്രീ ഡിഗ്രി പഠിക്കാൻ പോയല്ലേ? ഡിഗ്രി അല്ലേ? ഡിഗ്രി യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നാണോ? തിരുവനന്തപുരത്ത് നിന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് അവിടെ PG ആണോ പഠിച്ചത്? പ്രീ ഡിഗ്രി CMS അന്ന് പ്രീ ഡിഗ്രി ആണോ? പ്രീ ഡിഗ്രിയാ. പിന്നെ ഇപ്പോഴല്ലേ +2 അല്ല, അല്ല, അന്ന് ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമല്ലേ? ആണോ? അതെനിക്കറിയില്ല. അതെ, ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞൊന്നുണ്ട്. ഞാൻ എന്നാന്നറിയാവോ? പ്രീ യൂണിവേഴ്സിറ്റി. എന്നതൊക്കെയല്ലേ? പ്രീ യൂണിവേഴ്സിറ്റിയുടെ അവസാനത്തെ ബാച്ചാണ് ഞാൻ. അത് കഴിഞ്ഞാൽ പ്രീ ഡിഗ്രി വന്നതും ഇപ്പോൾ അത് മാറി എന്തായി +2 ആയത്. അപ്പോൾ CMS കോളേജിലേക്ക് അച്ഛനെ പറഞ്ഞു വിടുന്നേ. വേറൊരു കൂട്ടുകാരനെയും കൂടെ, ഒഴുകൂരുള്ള ഒരു കൂട്ടുകാരൻ, ഒഴുകി ചെറിയക്കുളത്തിൻ്റെ അവിടെ, മനസ്സിലായി, അവിടെ ഒരു വീടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞേട്ടൻ്റെ കൂടെ ആദ്യം മുതൽ പഠിച്ചുകൊണ്ടിരുന്നൊരു പയ്യൻ, ആ പുള്ളിയും കൂടെ കൂട്ടി വിട്ടു ഈ ഒരു വക്കീലിനെ കാണാനാണ്. വക്കീലിൻ്റെ വീട്ടിൽ അവർ നായന്മാരാ. അപ്പം ഇങ്ങനെ അച്ഛനൊരു എഴുത്ത് കൊടുത്തു വിട്ടു. ഇത് കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ കൈ കൊടുത്തു വെച്ചാൽ മതി എന്ന് പറഞ്ഞു, വേറെ ഒന്നും അറിയണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ വലിയ എങ്ങനെയാ പിന്നെ പറയാതെ വരുന്നില്ല, എനിക്ക് പറയാൻ വരുന്നില്ല. എന്ത് പറ്റി, മറന്നുപോയോ? അങ്ങനെ അല്ല, ചിലപ്പോൾ ചില വാക്കുകൾ കിട്ടുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ട് ഈ എഴുത്തുമായിട്ട് പോയി ഇങ്ങനെ വീടൊക്കെ കണ്ടുപിടിച്ച് വീട്ടിൽ ചെന്നിരിക്കുകയാണ്. അപ്പോൾ ഈ 2 ഡോറാ, നമ്മളത്തെ ഇതുപോലെ ഒന്നല്ല, 2 താഴെ 2 മുകളിൽ. പണ്ടത്തെ നായർ വീട്ടിൽ ഇങ്ങനെ നമ്മളിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത് തന്നെ അത്തരമായിരുന്നു. അത്തരം. അപ്പോൾ ഈ വാതൊക്കെ ചെന്ന് നിൽക്കുക, പുള്ളിക്കാരനകത്തുണ്ട്. കുഞ്ഞേട്ടന് ഭയങ്കര മടി കയറി പോകാൻ. അപ്പോൾ ഈ പുറകുന്ന കൂട്ടുകാരനോട് തള്ളുതള്ളി കയറിപ്പോന്നും പറഞ്ഞിട്ട് അവിടെ ചെന്ന് അച്ഛൻ്റെ എഴുത്തം കൊടുത്തു. വായിച്ചപ്പോൾ അപ്പോഴേ അച്ഛനും ആ പുള്ളിക്കാരനും വലിയ കൂട്ടാണ്. അങ്ങനെ അല്ലാതെ എഴുത്ത് കൊടുത്ത് വിടുകയല്ലോ, വിടത്തില്ല. അപ്പോൾ സാമൂഹികമായിട്ട് അച്ഛന് ഭയങ്കര ആൾക്കാരെയല്ല, ഇവിടെയൊക്കെ ഭയങ്കര മീറ്റിങ്ങൊക്കെ നടത്തുന്നത്. MN ഗോവിന്ദൻ നായർ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. MN ഗോവിന്ദൻ നായർ ഭയങ്കര ആ കാലത്ത്. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ താഴെയായിട്ട് വലിയൊരു പറമ്പുണ്ടായിരുന്നു. അവിടെ ഭയങ്കര മീറ്റിങ്ങൊക്കെ നടത്തി എന്ന് പറഞ്ഞു. ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുമായിരുന്നു അവിടെ. അച്ഛൻ ഭയങ്കര പ്രാസംഗികനും കൂടെയാണ്. പൊട്ടിട്ട് ഞങ്ങളുടെ സ്കൂളിൽ പോയി എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ 2ാം ക്ലാസ്സിലായിരിക്കുമ്പോൾ മോനപ്പള്ളി സ്കൂളിൽ അച്ഛൻ വർക്ക് ചെയ്തിട്ടുണ്ട്, LP സ്കൂളിൽ. അപ്പോൾ ഒരറ്റത്ത് പഠിപ്പിക്കുന്നത്
ഇങ്ങേ അറ്റത്ത് നിന്നാൽ കേക്കാം. സുഖമായിട്ട് കേൾക്കാം. അതുപോലെയുള്ളൊരു ഒച്ചയായിരുന്നു. അങ്ങനെ അവിടെ വന്നിട്ട് കണ്ടു. ഉടനെ ഭാര്യയെ വിളിച്ചു ആ പുള്ളിക്കാരൻ. ഇവർക്ക് താമസിക്കാനുള്ള ഏർപ്പാട് ചെയ്തോണമെന്ന് നാരായണന്. ഓക്കെ. അങ്ങനെയാണ് സീമസ് കോളേജിൽ പോകുന്നതെന്ന്. ഓക്കെ. ഇതാർക്കെങ്കിലും അറിയാവോ? ഇല്ല. അതിന് ചുമ്മാ തോന്നിയത് ഓരോന്നൊക്കെ പറയാന്നേ. ഇതല്ല ജന്മഗ്രഹം, ശാന്തിഗിരിയാണ്. എല്ലാരും പറയുന്നത് ശാന്തിഗിരി ഇപ്പൊ ഏറ്റെടുത്തേക്കുന്നത് അതാണ് ജന്മഗ്രഹം. അവിടുത്തെ വീടെല്ലാം അവിടെ ഇങ്ങനെ ഒരു കുറെ ഫോട്ടോസ് ഒക്കെ അദ്ദേഹത്തിന്റെ വെച്ചിട്ടുണ്ട്. അത് ശാന്തിഗിരിക്ക് എഴുതി കൊടുത്തു എന്നൊക്കെ പറയുന്നത്. ശാന്തിഗിരി അതെ. ഇവർ അൺമാരീഡ് അല്ലേ ഇവർ രണ്ടുപേര്? അവര് താമസിച്ചതാണോ? അവര് ഈ ഞങ്ങൾ ഓപ്പേന്നാണ് വിളിക്കുന്നത്, കേരഗിരിയെ. അപ്പോൾ കുഞ്ഞേട്ടൻ്റെ മൂത്തതാ. അപ്പം അവരൊക്കെ ചെറുതായിട്ട് ഹോമിയോ ചികിത്സയും കൂടി ഉണ്ടായിരുന്നു. ഹോമിയോ ചികിത്സ. അപ്പം ഇവിടെ ഒരു വീടുണ്ട്. ഇവർ മാറി താമസിച്ച പുറക്കാട്ടെന്ന് പറയും. മാറി താമസിച്ച ഒരു വീടുണ്ട് അവിടെ. അത് ഇതിന് നേരെ എതിരാ. പക്ഷെ ഇവിടെയെല്ലാം പള്ളയും വേറെ പറമ്പൊക്കെ വന്നുകൊണ്ട് കാണത്തില്ലെന്നുള്ളൂ. അപ്പോൾ അവിടെ താമസിച്ചു. അപ്പോൾ ഈ ഓപ്പ അങ്ങോട്ടൊരു കുറച്ച് സ്ഥലം മേടിച്ച് അങ്ങോട്ടങ്ങ് മാറി യോപ്പ. അപ്പം ചികിത്സിക്കുകയും ഹോമിയോ ചികിത്സയൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെ കഴിയുക അവിടെ. അത് കഴിഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷം ഈ ശാന്തിഗിരിക്കാർ വന്ന് സ്ഥലമേറ്റെന്ന് പറഞ്ഞാൽ ഞങ്ങളെ നോക്കുവാണെങ്കിൽ ഇത് തന്നേക്കാവുന്നു. അപ്പോൾ ഓപ്പേനെ രാഷ്ട്രപതിയുടെ സഹോദരനെ നോക്കാൻ വേണ്ടിയിട്ടാണ് അവർ നോക്കിക്കളെ ഏറ്റെടുത്തോളാം. അങ്ങനെ ചുമ്മാ അവർക്ക് കൊടുത്തു, എഴുതി കൊടുത്തു വെറുതെ. അപ്പോൾ അവരുടെ അവസാനം വരെ അവിടെയായിരുന്നു. അത് അധികം വർഷമൊന്നുമില്ല കേട്ടോ. അധികം വർഷമൊന്നും അവർ നോക്കിയിട്ടൊന്നുമില്ല. അതാണ് എന്തോന്ന് കുടുംബമെന്ന്. പലരും അങ്ങനെയാണ് പറയുന്നത്. ഞാനും വിളിച്ചപ്പോ അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. പിന്നെ ഇതാണെന്ന് ഞാൻ ഇത്രയും ഉള്ളിലേക്കാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ അപ്പം പലരും ചാനലുകാർ എത്ര പേരാ വന്നിരിക്കുന്നത് ഇവിടെ. അല്ല, ഇവരെ പലപ്പോഴും ഒരു കഥ നടക്കുന്നുണ്ട്. നമ്മളൊക്കെ വായിച്ചതാണ്. പണ്ട് രാഷ്ട്രപതി പറഞ്ഞിട്ടുണ്ട് എന്ന്, കൂട്ടുകാരൻ്റെ വീട്ടിലെ പട്ടി ആയാൽ മതി, കാരണം അവന് ആ പട്ടിക്ക് കുറേ നേരം ഭക്ഷണം കിട്ടുന്നുണ്ട്. അതായത് അന്ന് പട്ടിണി ആയിരുന്നു എന്നുള്ള രീതിയിൽ ഒരെണ്ണം പറയുന്നുണ്ട്. അപ്പം ഈ CMS കോളേജിലേക്ക് ഇവിടെ നിന്ന് നടന്നു പോയാണ് പഠിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം അമ്മ പറഞ്ഞ പോലെ അങ്ങനെയൊന്നും അല്ലല്ലോ. ഇതിപ്പം പട്ടിണിയുണ്ട്. ഭയങ്കര പട്ടിണിയായിരുന്നു. കാരണം ഇത്രയും പേരെ കൂട്ടുകുടുംബായിരുന്നു. അപ്പൊ 4 മുറി അറയെന്നും പറഞ്ഞു. ഈ അറ നിരയില്ലേ, നിലവറ കുഴി, അറയുടെ അടിയിൽ കുഴിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ റൂമും ഓരോരുത്തർക്കാന്നേ. ഓരോ അറയുടെ ഫ്രണ്ടിലൊന്ന്, അറയുടെ ഒരു സൈഡിലൊന്ന്, തെക്ക് വശത്തൊന്ന്, വടക്ക് വശത്തൊന്ന്, ഓരോ മുറിക്കകത്ത് ഒരു കുടുംബമാണല്ലേ. അവരും അച്ഛനും അമ്മ മക്കള് അങ്ങനെ. അപ്പോൾ ഈ ആറുവേലായുധൻ എവിടെ ഇല്ലാത്തതുള്ളൂ. ആറുവേലായുധന് മറ്റൊരു കുഞ്ഞേട്ടൻ്റെ അച്ഛൻ മൂത്തതല്ലേ, പുള്ളിക്കാരന് അങ്ങോട്ട് മാറിയായിരുന്നു, വേറെ വീട്ടിലേക്ക് മാറി. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്കറിയത്തുള്ളൂ. മറ്റുള്ള 3-4 വീട്ടുകാർ ഓരോ റൂമിൽ ഓരോ കുടുംബങ്ങൾ കഴിഞ്ഞു പോകുന്നത്. ഇപ്പം രാഷ്ട്രപതിയുടെ സഹോദരങ്ങൾ എല്ലാവരും തന്നെ മരിച്ചുപോയോ? എല്ലാവരും. ഒരാളുണ്ട്, ഭാർഗവി എന്നും പറഞ്ഞു. അത് 100 വയസ്സൊക്കെ ആയിരുന്നു. ഡൽഹിയിലുണ്ട്. ഇന്നലെ കൂടെ പറഞ്ഞു എവിടുന്നാ വരുന്നത്, എൻ്റെ വീട് എവിടെ നോക്കിയപ്പോൾ ഞാൻ പറയും ഉഴവൂര്. അതിന് ഞാൻ ഭയങ്കര പ്രൗഡായിട്ടാണ് പറയുന്നത്. അപ്പം കാരണം ഉഴവൂർ എന്ന് പറയുമ്പോൾ തന്നെയും ആളുകൾക്ക് അറിയാൻ പറ്റുന്നത് രാഷ്ട്രപതിനെയാണ്, പിന്നെ ഉഴവൂർ വിജയൻ. അപ്പൊ ഞാൻ പറയാം ഉഴവൂർ 3 പേരേ ഉള്ളൂ പ്രശസ്തരായിരുന്നു, ഞങ്ങൾ 3 പേര് വന്നിങ്ങനെ എപ്പോഴും പറയും. ഞാനതെന്റെ സൗഹൃദങ്ങളിൽ പറയുന്നതാണ് കേട്ടോ. പക്ഷെ നമ്മൾക്ക് ആ ഉഴവൂർ എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, പ്രൗഡ് ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ചോദിക്കും KR നാരായണൻ, ഞാൻ പറയും എൻ്റെ മുത്തശ്ശനാണ്. അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതായത് നമുക്കൊരു എന്തോ ഒരു ഭയങ്കര ഫീലാണ്, നമ്മുടെ ഏറ്റവും അടുത്തൊരാളാണ്. കാരണം കറുത്ത ഒരാൾ ആ നിലയിൽ അന്നത്തെ കാലത്ത് എത്തുക എന്ന് പറയുന്നത് ചില്ലറ സാധ്യമല്ല. ഇന്ന് നമുക്ക് ഇവിടെ നിന്നിട്ട് തെറ്റാൻ പറ്റുന്നില്ല. ഇത്രയും സാങ്കേതിക വിദ്യയും ഇത്രയും ടെക്നോളജി ഇത്രയും പഠിപ്പ് ഇത്രയും ഉണ്ടായിട്ട് നമുക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പൊ അന്ന് എത്തുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഇവിടെ രാഷ്ട്രീയം ഇപ്പൊ അന്ന് കോൺഗ്രസിലായിരുന്നല്ലോ അദ്ദേഹം. അമ്മ ആ കഥ കേട്ടിട്ടുണ്ടോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. 1ാം റാങ്കോട് കൂടിയിട്ടാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയത്. അന്ന് ഒരു സമ്മാനദാന ചടങ്ങിന് അദ്ദേഹം പങ്കെടുത്തില്ല. അതായത് 1ാം റാങ്കുകാരൻ സമ്മാനം വാങ്ങിക്കാണ്ട് നിന്ന്. അപ്പം അതെന്താണെന്ന് ചോദിച്ചപ്പോഴാണ് അന്നത്തെ തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി അദ്ദേഹത്തെ അധിക്ഷേപം നടത്തിയെന്നും ജാതി അധിക്ഷേപം നടത്തിയതുകൊണ്ടാണെന്ന്. അങ്ങനെ രാജാവ് അറിഞ്ഞിട്ട് രാജാവ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇത്ര പണം കൊടുത്തിട്ട് സ്കോളർഷിപ്പ് പണം കൊടുത്തു. അതുകൊണ്ടാണ് പിന്നീട് ഡൽഹിയിലേക്ക് പോയെന്ന് പറഞ്ഞു. അമ്മ അങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്? ആ കഥ ഞാൻ കേട്ടിട്ടില്ല. അച്ഛൻ, എൻ്റെ അച്ഛൻ എന്തോ ആരോ അവിടെ അറിയുന്നതുണ്ട്. ആ അച്ഛന് മൂലമാണ് അപ്പോൾ വേണ്ട സൗകര്യങ്ങൾ അവിടെ നിന്ന് ഉണ്ടാക്കി
കൊടുത്തതും കുഞ്ഞേട്ടൻ പോയതും എന്നാ എൻ്റെ അറിവ്. ഡൽഹിയിൽ. ആ. ആ അല്ല അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഒരു അധിക്ഷേപം നടത്തിയിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് റാങ്ക് ഹോൾഡറിനെ ആ. അതായത് ജോലി അന്വേഷിച്ച് ചെന്നപ്പോഴത്തേക്കും ജോലി കൊടുത്തില്ല. അന്നത്തെ ഒരു വലിയ ഉയർന്ന ഒരാള് ആ ജോലി കൊടുത്തില്ല. കുഞ്ഞേട്ടൻ വേണ്ടെന്ന് വെക്കുവോ? അല്ല വേണ്ടെന്ന് വെച്ചല്ല, അത് വേണ്ടെന്ന് വെച്ചു എന്നാണ്. അതായത് എന്തോ ഒരു അധിക്ഷേപം പറഞ്ഞു, ഇപ്പൊ വേണ്ടാന്ന് വെച്ചു. അങ്ങനെയാണ് ആ ബിരുദാനന്തര ഫസ്റ്റ് റാങ്ക് ഹോൾഡറിനെ ആദരിക്കുന്ന ചടങ്ങിൽ പോവാതിരുന്നത്. അങ്ങനെയാണെന്നാണ് പറയുന്നത്. പിന്നീട് ഡൽഹിയിൽ പോയതിനു ശേഷം ഇപ്പൊ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പഠിക്കാൻ പോയല്ലോ, അതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അമ്മ? ഒന്നും കേട്ടിട്ടില്ല. ഈ ന്യൂസിൽ കൂടെ വരുന്നതല്ലാതെ നമ്മളൊന്നും ഒന്നും കേട്ടിട്ടില്ല. കുഞ്ഞേട്ടൻ വന്നാലും നമുക്ക് ചോദിക്കാനുള്ള ഒന്നുമില്ല. അപ്പൊ കുഞ്ഞേട്ടന് ഇവിടെ വന്നു, ഈ വീടുണ്ടാക്കി പിന്നെ വന്നു, ചേച്ചി ആയിട്ടാ വന്നത്. ആദ്യം വന്നപ്പോ അന്നേരം പ്രസിഡന്റ് അല്ല, പ്രസിഡന്റിന് മുമ്പ് എന്നതാ വൈസ് പ്രസിഡന്റ്. അന്നേരം വന്നിട്ട് ഇത് സ്റ്റെപ്പ് കയറി അവിടെ സെറ്റിയിലൊക്കെ ഇരുന്നത്. ചേച്ചിക്ക് വീട് കണ്ടിട്ട് വലിയ ഇഷ്ടമായി എന്നൊക്കെ അന്ന് വർഷങ്ങൾക്ക് മുമ്പാണ്, 2002 ഈ വീടുണ്ടായത്. അപ്പോൾ ദൂരെ നിന്ന് കണ്ടു, നല്ല ബ്യൂട്ടിഫുൾ ഹൗസ് എന്നൊക്കെ പറഞ്ഞാൽ കയറി വന്ന് ഇരിക്കുകയും ഇത് കൊടുക്കുകയും അത് കരിക്ക കൊടുത്തത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പോയി. അത് കഴിഞ്ഞ് പിന്നെ പ്രസിഡന്റ് സ്ഥാനം എല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഈ സ്റ്റെപ്പ് കയറത്തില്ല, വയ്യാണ്ട്. അപ്പോൾ കുഞ്ഞേട്ടൻ തന്നെയാണ് വന്നേ. ചേച്ചിക്ക് വയ്യായിരുന്നു, ചേച്ചി വയ്യായിരുന്നു. എന്നാ ഈ മറവി അൽഷിമേഴ്സ് ആയിരുന്നു ചേച്ചിക്ക്. അപ്പം കുഞ്ഞേട്ടൻ പിന്നെ സെറ്റിയൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് എടുത്തിട്ടു, ഇവിടെ വന്നിരുന്നാണ് സംസാരിക്കുക എല്ലാം ചെയ്തത്. അങ്ങനെ എല്ലാം പണ്ട് വരുമ്പോൾ തന്നെ മന്ത്രി ഇതൊന്നും ആകുന്നതിന് മുമ്പ് വരുമ്പോൾ ചാണാൻ മെഴുകിയ ഇതാണല്ലോ, അപ്പം പായായിട്ട് കൊടുക്കുന്ന കസേരയില്ല. പഠിച്ചുകൊണ്ടൊക്കെ പഠിത്തമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവിടെ പായിട്ട് കൊടുക്കും. അങ്ങനെ താഴെ ഇരുന്നോണ്ട് പായ ഇങ്ങനെ ഇരിക്കാം. അങ്ങനെ മനസ്സിലായി. ചെറിയൊരു ഇളംതിണ്ണ കാണും. ഇളംതിണ്ണയിൽ ഇങ്ങനെ താഴേക്ക് കാലും വെച്ച് പായലിരിക്കുക. ആ സ്റ്റേജായിരുന്നു. പിന്നീട് ഈ പറയുന്ന പോലെ അദ്ദേഹം ഇങ്ങനെ വരുമ്പോൾ നിങ്ങളോട് പഠിക്കാനൊക്കെ പറയുമോ? അതായത് നമ്മൾ പഠിക്കുമ്പോൾ കിട്ടുന്ന ഒരു വിലയും ബഹുമാനവും ഉണ്ടല്ലോ നമുക്ക്. അങ്ങനെയൊന്നും പറയാറില്ല. പിന്നെ എന്താ പറയുന്നത്? അങ്ങനെയൊന്നും പറയാറില്ല. പഠിച്ചോളൂ, നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടായിരിക്കും. കുടുംബത്തിൽ എല്ലാവരും നല്ല പഠിപ്പിസ്റ്റുകളാണ്. എല്ലാവർക്കും ജോലി. ഞങ്ങൾ 5 പേരാ, 5 പേർക്കും ജോലി ഉണ്ടായിരുന്നു. മൂത്ത ചേച്ചി ഇപ്പം 92 വയസ്സായിട്ട് വേണ്ടത്തുണ്ട്, ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു. രണ്ടാമത്തെ ചേച്ചിയെ ഡോക്ടറാണെന്ന് പറഞ്ഞ്, ഡോക്ടർ കാദംബരി, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പ്രിൻസിപ്പളായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല. 2008 മരിച്ചുപോയി. മൂന്നാമത്തെ AG ഓഫീസിൽ എൻ്റെ ബ്രദറുണ്ട്, എൻ്റെ നേരെ മൂത്തത്. പുള്ളിയും റിട്ടയർ ചെയ്തിരിക്കുന്നു. നാലാമത്തെ ഞാൻ 2001 റിട്ടയർ ചെയ്തു. ഇപ്പം വയസ്സ് 79 80 ആകാനും അതില്ല. പിന്നെ എൻ്റെ ബ്രദറുണ്ട്, അവന് എറണാകുളത്താണ്, BSNലായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ഇറങ്ങിപ്പോയില്ലേ, പുള്ളിയും BSNലായിരുന്നു. പലപ്പോഴും ഇങ്ങനെ വേണ്ടത്ര ഒരു ശ്രദ്ധ കിട്ടിയിട്ടില്ല എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടോ? ഇത് മറ്റെന്തും ആയിക്കൊള്ളട്ടെ, ഇത് കുറച്ചുകൂടെ നന്നാക്കി ചെയ്യാമായിരുന്നു. ഇപ്പം ഈ സ്മൃതി മണ്ഡപമാണെങ്കിലും ഒരു എന്താ പറയുക, എത്ര നാൾ പറഞ്ഞതിന് ശേഷമാണ് ഇതായത് ഈ സ്മൃതി മണ്ഡപം ആണല്ലേ. ഇത് കൊണ്ടുവന്ന് വെക്കുന്നതിന് 15 മിനിറ്റ് മുമ്പ് വരെ എവിടെയായിരുന്നു അറിയാമോ ഇത് കൊണ്ടുവരേണ്ടത്? ശാന്തിഗിരിക്കാർ അവിടെ അവർ വലിയ ആൾക്കാരാണല്ലോ. അപ്പോൾ പിന്നെ അവർ പറഞ്ഞു അതാണ് അവിടെയാണ് കാരണം. അവസാനമൊക്കെ കുഞ്ഞേട്ടൻ അവിടെയായിരുന്നു, റോഡ് സൈഡല്ലേ, എല്ലാത്തിനും സൗകര്യം അതാണല്ലോ പറഞ്ഞ് അവിടെയാണ് ജീവിച്ചത്, ചികിത്സയൊക്കെ നടത്തിയത്. ശാന്തിഗിരിക്കാരുടെ ചികിത്സയായിരുന്നു അവസാനം. അതൊന്നും പറയാതിരിക്കുക ഭേദം. പിന്നെ അങ്ങനെ അവിടെ കൊണ്ടുപോയി ഡൽഹിക്ക് വെച്ചു. അപ്പം മാണി സാറുണ്ടല്ലോ, മാണി സാറ് കെ എം മാണി. അന്നേരം ഇവിടെ വരികയും എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇവിടെയല്ല. അപ്പോൾ ഞങ്ങൾ താഴെ എത്രയോ പോലീസുകാരായിരുന്നു വീട്ടിൽ കാവൽ. നമുക്ക് വരുന്നയാൾക്ക് കുഞ്ഞേട്ടൻ ഇവിടെയാണ് വരുന്നതെന്ന് ഓർത്തായിരുന്നത്, പ്രസിഡന്റ് ആയതിനു ശേഷം. അപ്പോൾ ഇവിടെയെല്ലാം കാട് പിടിച്ചൊക്കെ ആയിരുന്നു. അപ്പം പ്രോട്ടോക്കോൾ അനുസരിച്ച് ഇവിടെ വരാൻ പറ്റിയില്ല എന്ന്. അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ അതങ്ങനെ അങ്ങ് പോയേ, അത് പോട്ടെ. അത് പിന്നെ ഞാൻ അവസാനം എന്നാ പറഞ്ഞു, വന്നിട്ട് പറഞ്ഞു ഇവിടെയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഈ ശ്മശാനം എന്ന് പറയുന്നത് എൻ്റെ സ്വന്തമാണ്.
അപ്പോൾ എൻ്റെ സ്വന്തം എന്ന് പറഞ്ഞപ്പോൾ ഉടനെ വില്ലേജ് ഓഫീസർ വന്നു ആ. ഉഴവൂരുന്ന്. ആ. ഇത് ടീച്ചറിൻ്റെ സ്വന്തമാണ് ഈ എന്ന് ചോദിച്ചു. അപ്പോൾ 2 സെൻറ്റ് മാറ്റിയിട്ടേക്കുക ശ്മശാനത്തിന്. അപ്പം ഞാൻ ആധാരം എടുത്തുകൊണ്ട് വന്നു അയാളെ വില്ലേജ് ഓഫീസറെ കാണിച്ചു. 2 സെൻറ്റ് കൊച്ചേരി കുടുംബത്തിൻ്റെ ഇതും കാണിച്ചു. അന്നേരമാണ് സമാധാനമായത്. ഓരോരുത്തരും പറയുന്നതാണ് ഇത്. അത് 2 സെൻറ്റ് സീതയുടെയാണ് എന്നങ്ങ് പറഞ്ഞ. അപ്പോൾ അങ്ങനെ അങ്ങ് പോയേക്കുന്നത്. അപ്പോൾ അവിടെ കൊണ്ടുപോയി വെക്കുന്നത് എന്തിനാ? ഇത് നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ശ്മശാനം. 3-4 വർഷം മുമ്പ് 2 പേരെ എടുക്കണം. നമ്മുടെ ഡോക്ടർ ശ്രീധരൻ എന്ന് പറഞ്ഞു, ഇംഗ്ലണ്ടിലായിരുന്നു. ആ പുള്ളിക്കാരൻ്റെ ഭാര്യയും ഇവിടെ. ഓ, ആരെവിടെ മരിച്ചാലും ഇവിടെ കൊണ്ടുവന്ന് അതേ ഇനി ഞങ്ങൾ അതൊരു നിങ്ങളുടെ കുടുംബത്തിലൊരു നിയമം പോലെ നിങ്ങൾ പാലിക്കുന്നുണ്ട്. വഹിക്കുന്നുണ്ട്. എങ്കിൽ ദൂരെ കിടക്കുന്നവരൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നാൽ എന്നെ ചെയ്യും. നമ്മളെ സംരക്ഷിച്ചോളൂ, അല്ലാണ്ട് അവരാരും നമുക്ക് ഒരു ശല്യവും ചെയ്യുന്നില്ല. അങ്ങനെ പറഞ്ഞിരുന്ന അവസാനം വില്ലേജ് ഓഫീസർ വന്ന് പോയതിന് ശേഷമാണ് സംഗതി മാറിയത്. അപ്പോൾ സാറ് വന്നു പറഞ്ഞു, ഇവിടെയാണ് ചടയേന്ന് ഇവിടെ ഇങ്ങനെ സ്മൃതിമണ്ഡപം പോലെ ആക്കിക്കൊള്ളാൻ പറഞ്ഞു. ഒറ്റ രാത്രി ഉണ്ടാ ആ മണ്ഡപം പോലെ ഉണ്ടാക്കിയത്. അങ്ങനെ ആ വെറുതെ ഇപ്പം ഇരിക്കുന്ന ഓടും ഇതൊന്നും ഇല്ല. ആ വെറുതെ ഇങ്ങനെയുള്ളത് അവിടെ തന്നെയായിരുന്നു. പിന്നെ അതെല്ലാം അങ്ങോട്ട് ഒറ്റ രാത്രി കൊണ്ട് മാറ്റി. ഇതുപോലെ കുട കൊണ്ടുവന്നേ വെച്ചത്. കുടം എന്ന് പറഞ്ഞാൽ കുടനകത്ത് എന്നതാ, മറ്റേ ഇതിന്റെ കുടമാണോ? കുടത്തിൽ എന്നതാന്ന് ഭസ്മം. അതുപോലും പറയാൻ എനിക്ക് കിട്ടുന്നില്ല. അയ്യോ, ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടിക്കുന്നില്ല. അത് ഞാൻ പറയത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, രാഷ്ട്രപതിനെ അടക്കിയത് വേറൊരു സ്ഥലത്ത്, പിന്നെ അവിടെയല്ലേ യമുനാ തീരത്ത് അവിടെ അടക്കി. അവിടെ നിന്ന് ഭസ്മം കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്നു. അവിടെയൊക്കെ ഒഴുക്കി വെച്ച് നദിയിലൊക്കെ ഒഴുക്കി അത് കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് ഒരു കുടത്തില്ല, ചെമ്പ് പിച്ചളോ ഏതോ ഒരു കുട ഒരു ഇത്രയും വരും. ആ കുടത്തിലാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഒറ്റ രാത്രി കൊണ്ടുണ്ടാക്കിയത്. അങ്ങനെ കൊണ്ടുവന്ന് പിറ്റേ ദിവസം 14-ാം തീയതി നവംബർ 14-ന് കൊണ്ടുവന്ന് ഇവിടെ വെക്കുന്നത്. അത് കഴിഞ്ഞ് ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അങ്ങനെ അങ്ങനെയാ ഉള്ള മഴ ഇതെല്ലാം. അപ്പോൾ ആ ഗ്രാനൈറ്റ്, ഇങ്ങനെയുള്ള ഗ്രാനൈറ്റ് ഇല്ലേ, അതെല്ലാം പൊട്ടി എല്ലാം ഇങ്ങനെ താഴോട്ട് പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒരു പ്ലാസ്റ്റിക് വയർ വെച്ച് കെട്ടിയൊക്കെ വെച്ചേക്കുന്നതാണ്. ഒരു മനുഷ്യർക്ക് ഇതെന്നെ തന്നു. വേറെ വലിയ ഏത് ജാതിക്കാരാണേലും അങ്ങനെ വെച്ചേക്കും ആരെങ്കിലും. എന്നിട്ട് അവസാനം PC ജോർജ് വന്നു. PC ജോർജ് എങ്ങനെ കേട്ട് പറഞ്ഞിട്ട് ആ പുള്ളി ഇരാറ്റുപേട്ട എവിടെ വന്നു എന്ന് കണ്ടപ്പോൾ പുള്ളി ഇങ്ങനെ നോക്കും, ഇതെന്നതാന്ന് ഈ പ്ലാസ്റ്റിക് കയർ കൊണ്ട് കെട്ടി വെച്ചേക്കുന്നത് എന്തെന്ന്, ആരുടെ ചിതാഭസ്മ അതിനകത്തിരിക്കുന്നതെന്ന്. അപ്പോൾ പുള്ളി ഒത്തിരി അങ്ങ് ഇതായിപ്പോയി അത് കണ്ടിട്ട്. അപ്പം ഞങ്ങൾ ചോദിച്ചു, സാറിന് ഇത് നിയമസഭയിലൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. പിറ്റേ ദിവസത്തെ നിയമസഭയിൽ ഞങ്ങൾ കേട്ടോണ്ടിരിക്കുക പുള്ളി പറയുന്നത്, KR നാരായണൻ്റെ സ്മൃതിമണ്ഡപം ഇരിക്കുന്നത് പ്ലാസ്റ്റിക് വയറിട്ട് കെട്ടിയേക്കുവന്ന്. അന്നേരമാണ് പൈസ അനുവദിച്ചു. അന്നേരം തന്നെ അങ്ങനെ അനുവദിച്ചപ്പോൾ ഒരു ലൈബ്രറി KR നാരായണൻ്റെ ഉണ്ട്, ട്രഷറിയുടെ ഓപ്പോസിറ്റായിട്ട്. ആ ഭാഗം അറിയാവോ? അറിയാം. പിന്നെ ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞാൽ ആശുപത്രി, ഇന്ന് ആശുപത്രി വലിയ ആശുപത്രി ആക്കിയില്ലേ? ആശുപത്രി വലുതാക്കി. പിന്നെ നമ്മുടെ സ്കൂളും അങ്ങനെ തന്നെ ആക്കിയല്ലേ? LP സ്കൂളും രാഷ്ട്രപതിയുടെ KR നാരായൺ മെമ്മോറിയൽ LP സ്കൂള്. ആശുപത്രി നല്ല അടിപൊളിയാണ്. ആശുപത്രി നല്ലപോലെ അടിപൊളി. ഡോക്ടേഴ്സ് എല്ലാവരും ഒന്നും ഇല്ലെന്നുള്ളൂ. ഇല്ലല്ലേ? ഹോസ്പിറ്റലിന്റെ പേര് ഫ്രണ്ട് അത് കുഞ്ഞേട്ടൻ്റെ ഒരു ചെറിയ ഫോട്ടോ ഒന്നും, വലിയ ഫോട്ടോ ഒന്നും അല്ല. അപ്പൊ അവിടെയും ഉണ്ട്, ഞാൻ പറയരുത്. അല്ല, നമുക്കും അതിങ്ങനെ, ഞാൻ പറഞ്ഞില്ല, ഇന്ന് നമ്മ ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോഴേ. അങ്ങനെയാണ് ഇതിന് ഈ ഓടിട്ടത്. 1 ലക്ഷം രൂപയൊക്കെ ആയെന്ന് പറയുന്നത്. എന്തോ ആകട്ടെ, ഏതായാലും നനയാതെ കിട്ടി. ഈ വെയിൽ കൊണ്ടാണ് അത് പൊട്ടിയത്. ഈ ഗ്രാനൈറ്റ് പൊട്ടിപ്പോയതേ, പൊട്ടി താഴോട്ടങ്ങ് വീണെന്നേ. ഇതൊന്നും എഴുതിയിട്ടൊന്നും ഇല്ലായിരുന്നു. മുൻ ശിലാഫലകം ഒന്നും എഴുതിയിട്ടില്ല. ചുമ്മാ നമുക്കായിട്ടൊന്നും ചെയ്യാനും പറ്റത്തില്ല. അതല്ലേ ഇത് സർക്കാരിന്റെ പോലെ അങ്ങോട്ട് സർക്കാരിന്റെ പോലെയാണ്. അതുകൊണ്ട് നമുക്കതില് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അല്ല, ഇല്ലെങ്കിൽ ഇത് കാണുന്നവർ ചോദിക്കും, നിങ്ങൾക്ക് ചെയ്തുകൂടെ വീട്ടുകാരെന്ന്. മനസ്സിലാവും. പറ്റിയല്ലോ. അങ്ങനെയൊക്കെ ഒരു കഥയാ.
പിന്നെ മക്കൾ എന്താണ് ഇപ്പൊ തീരെ വിളിക്കാത്താണോ ഇങ്ങോട്ട് വരാൻ? അവർക്ക് ഒന്നാമത്തെ ഭാഷ അറിയത്തില്ല. രണ്ടുപേർക്കും നമ്മളുമായിട്ട് സംസാരിക്കാനുള്ള ഇതില്ല. പിന്നെ അവരവരുടെ കാര്യം നോക്കി പോണു. അല്ല, നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒരു പക്ഷെ അവർക്ക് അത് അവരുടെ അച്ഛനായിരിക്കാം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു നാടിന്റെ, നമ്മളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല, ഞാൻ പോലും പറയുമ്പോൾ ഞാൻ വലിയ കാര്യമായിട്ടാണ് പറഞ്ഞത്, നാടിന്റെ ഒരു സ്വത്ത്, പൊതുസ്വത്തായിട്ടാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു രാഷ്ട്രപതിയായി പിന്നീട് അമ്മയ്ക്ക് സ്കൂളിലൊക്കെ ജോലി കിട്ടിക്കഴിഞ്ഞ് അല്ലെങ്കിൽ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ചേട്ടനാണ്, എൻ്റെ കൊച്ചേട്ടനാണ്. ഏറ്റുമാനൂർ ബോയ്സ് വെച്ചാ കുഞ്ഞേട്ടന് പ്രസിഡന്റ് ആകുന്നത്. ഞാൻ 11 വർഷം അവിടെ വർക്ക് ചെയ്തു. എന്നിട്ട് 2001 റിട്ടയർ ചെയ്തു. അപ്പോഴത്തേക്ക് എന്തോന്ന് ചിലർക്കൊന്നും അറിയത്തില്ല എന്നാന്ന്. കാരണം ഞാൻ വെളുത്തതാണല്ലോ, അതുകൊണ്ടായിരിക്കാം എന്നെ ആരാന്നൊന്നും അവർക്കാർക്കും അറിയത്തില്ല. അപ്പോൾ എൻ്റെ അമ്മ നല്ല വെള്ളയായിരുന്നു, അതിൻ്റെ എനിക്കേ കിട്ടിയിട്ടുള്ളൂ. ബാക്കി എല്ലാവർക്കും 200 എല്ലാവരും, ഞാനൊഴികെ ബാക്കി എല്ലാവരും 200. നല്ലൊരു കറുപ്പാണ് എൻ്റെ മൂത്തേട്ടൻ, AGS ഓഫീസിലുള്ള നല്ല കറുപ്പാണ്. അപ്പം വേറൊരു ഇതെല്ലാം കഴിഞ്ഞിട്ട് വേറൊരു സാറ്, ഞാൻ വെളിയിൽ ഏതാണ്ട് ഷോപ്പിങ്ങിന് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ 2-3 ടീച്ചേഴ്സ് ഒരു സാറ് ചോദിച്ചു, ഞാൻ പോകുന്ന ആരാന്നറിയാവോന്ന് ചോദിച്ചു. ഇല്ല, അത് നമ്മുടെ പ്രസിഡന്റിൻ്റെ പെങ്ങള്. അന്നേരം അവരൊക്കെ അന്തമിടുന്ന ഈ കടക്കാരൊക്കെ. അപ്പോൾ പിന്നെ സാറ് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ആർക്കും അറിയത്തില്ല കേട്ടോ. അപ്പം അറിയണമെന്നില്ലല്ലോ. അപ്പൊ അങ്ങനെയും കൂടി ഉണ്ടെന്ന് പറയാം. നമ്മളായിട്ട് പറയത്തില്ല. ഇപ്പൊ ഞാൻ പറയുന്ന പോലെ, ഞാൻ രാഷ്ട്രപതിയുടെ വീടിന്റെ അടുത്താ, എന്റെ വീടിന്റെ തൊട്ടടുത്താ, എന്റെ വീടിന് ഇച്ചിരി ദൂരം, അങ്ങനെയൊക്കെ ഞാനിങ്ങനെ നമുക്കൊരു പ്രൗഡ് പോലെയാണ്, ഭയങ്കര സന്തോഷം പോലെയുണ്ട്. അപ്പൊ അതുപോലെയൊക്കെ പറയാറുണ്ടോന്ന് ചോദിച്ചാൽ, എന്റെ കുഞ്ഞേട്ടനാണെന്നൊക്കെ പറയാറുണ്ടോന്ന് ചോദിച്ചാൽ, എവിടെയെങ്കിലും അന്ന് ഒരു അസംബ്ലി കൂടിയിട്ട് പിന്നെ ഞാൻ ഒത്തിരി മിഠായി മേടിച്ചോണ്ട് പോയി, എല്ലാ പിള്ളേർക്കും വിതരണം ചെയ്ത്. ഞാൻ തന്നെ ഇവിടെ തേടി പിടിച്ച് വരാൻ കാരണം ഒരിടത്തും കണ്ടിട്ടില്ല അദ്ദേഹത്തിന്റെ കഥകളും. എന്നുവെച്ചാൽ ഇപ്പൊ പണ്ട് അദ്ദേഹം ഉണ്ടായിരുന്നപ്പം ഇത്രയൊന്നും സോഷ്യൽ മീഡിയകളില്ല, അല്ലെങ്കിൽ ചാനലുകളിലൊക്കെ ഉള്ള ഒരു ഇന്റർവ്യൂ, വളരെ ചുരുക്കമുള്ള ഇന്റർവ്യൂ. എൻ്റെ അച്ഛൻ്റെ പേരും ഇവരാറ് പുസ്തകങ്ങൾ, പലരും പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. KR അയ്യപ്പൻ മാഷ് എന്നൊരു പേരില്ല. ഈ വടകര സ്കൂളിൽ വെച്ചല്ലോ ഒരു ബന്ധുവാണ്. എൻ്റെ അച്ഛനെ ഒരു ബന്ധുവാക്കി, ഒരു ബന്ധുവാണ് അവിടെ കൊണ്ട് ആക്കിയതെന്ന് എന്ന് പറയണമെങ്കിൽ ഇവനൊക്കെ എഴുത്തുകാരനെ എന്നാ അറിഞ്ഞിട്ടാ. അമ്മേനെ കണ്ടപ്പോ ഞാനും ഞെട്ടിപ്പോയി. സീതാലക്ഷ്മി അമ്മേനെ കണ്ടപ്പോ ഞാനും. എന്തിനാ ഞെട്ടിയത്? അല്ല, നിറം. അതാ ഞാൻ പറഞ്ഞു വെച്ചത്. എൻ്റെ അമ്മ അല്ലാതെ അമ്മ ഇപ്പൊ പറഞ്ഞോണ്ടോ കേട്ടോ ഞാൻ പറഞ്ഞതില്ല, ഞാൻ പറയുന്നില്ല. അല്ല പിന്നെ ഓർക്കല്ലേ ഇതെങ്ങനെ ഈ കറുത്ത കുടുംബത്തിലേ വെളുത്തു വന്നു. അമ്മ നല്ല വെള്ളയായിരുന്നു, അത് എനിക്കേ കിട്ടിയുള്ളൂ. മറ്റു കുടുംബത്തിലെ ഇപ്പം രാഷ്ട്രപതി ആണെങ്കിലും രാഷ്ട്രപതിക്ക് നല്ലൊരു വട്ടമോഹമാണ്. എൻ്റെ ബ്രദറിന്റെ ഒക്കെ ഒരു ഷേപ്പ് ആണല്ലോ, അല്ല ഇങ്ങനത്തെ വട്ടമോഹമാണ്, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അങ്ങനെ കഷ്ടപ്പാടിൽ നിന്നും അന്നത്തെ തിക്താനുഭവങ്ങളിൽ നിന്നും അധിക്ഷേപങ്ങളിൽ നിന്നും ഒക്കെ ഉയർന്നു വന്നൊരു നമ്മളെയൊക്കെ മനുഷ്യനായിട്ട് കാണാത്തൊരു സമയത്തുനിന്ന് ഉയർന്നു വന്നതാണല്ലോ. അപ്പം എന്താണല്ലോ അമ്മേ, ഞാൻ കുറേ കാര്യങ്ങളൊക്കെ കേൾക്കാനും നമുക്കും ഭയങ്കര ഫീലാണ് ഇതൊക്കെ കേൾക്കണത്, കാണുന്നത്. ഇപ്പം അമ്മ പറഞ്ഞ പോലെ അവഗണനയുടെ ഒരു വലിയ ഇതാണ്, അത് നന്നായിട്ട് എനിക്കും അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷെ എന്നാലും കുറേ കാര്യങ്ങൾ എന്താ പറയുക അറിയാൻ പറ്റി, പ്രൗഡാണ് ഞങ്ങൾ. പിന്നെ ഇല്ലേ ഞാൻ പറഞ്ഞല്ലോ, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറഞ്ഞില്ലേ, നമ്മുടെ ഒന്നും ഇന്നയാളല്ലെന്ന്. പദവി ഇതൊന്നും കഴിവൊന്നും അല്ല, അദ്ദേഹം നല്ല കഷ്ടപ്പെട്ടിട്ടാണ് ആ നിലയിലെത്തിയത്. അന്നത്തെ കാലത്ത് ഒരു സാധാരണക്കാരൻ അത്രയും നിലയിൽ, അതും ഈ കേരളത്തിന്റെ ഇങ്ങേയറ്റത്തും അങ്ങേയറ്റത്തും, അല്ലെങ്കിൽ കോട്ടയം ജില്ലയുടെ ഇങ്ങേ മൂലയ്ക്ക് കിടക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ മൂലയ്ക്ക് കിടക്കുന്ന ഇവിടെ നിന്ന് ഒരു മനുഷ്യൻ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പോവുകയും ഗാന്ധിജിയോട് സംസാരിക്കുകയും നെഹ്റുവിനോട് സംസാരിക്കുകയും അവരുടെ മന്ത്രിസഭയിൽ അംഗമാവുകയും അവർക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടവരാവുകയൊക്കെ ചെയ്യുന്ന വലിയ കാര്യമല്ലേ. ഭരണഘടന മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പുള്ളി അന്ന് ചികിത്സയ്ക്ക് പോയി, ചികിത്സയ്ക്ക് അമേരിക്കയ്ക്ക്. അങ്ങനെയാ കുഞ്ഞേട്ടൻ ഇത് കിട്ടിയത്. അല്ല, കരുണാകരൻ വിളിച്ച് പറഞ്ഞ കൊടുക്കുകയില്ല, ഇതല്ലേ. കരുണാകരൻ വലിയ ഇതാണല്ലോ, ജാതിയുടെ പുള്ളിയാണ്. അപ്പം കുഞ്ഞേട്ടൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ താന്ന് കിടക്കുന്ന ഒരുത്തനെ പ്രസിഡൻ്റാക്കാൻ സമ്മതിക്കുമോ? അപ്പം ഇങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്, കരുണാകരൻ അന്ന് ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയ്ക്ക് പോയത് കൊണ്ടാണ്, അല്ലെങ്കിൽ പുള്ളി എതിർത്തേനെ.
മനുഷ്യനുള്ളിടത്തോളം കാലം ഇവരെല്ലാം ഇതിനെക്കുറിച്ച് സംസാരിക്കും. പക്ഷെ നമുക്ക് സംസാരിക്കാനുള്ളത് സ്നേഹവും ആ. എങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ എത്തപ്പെട്ടോ. അദ്ദേഹം ചുമ്മാ അങ്ങ് രാഷ്ട്രപതിയായി അവിടെ ചെന്ന് നിൽക്കുകയല്ല ചെയ്തത്. പിന്നീടുള്ളൊരു തലമുറയ്ക്ക്, ഞാൻ അടക്കമുള്ളൊരു തലമുറയ്ക്ക് പഠിക്കാനും രാജ്യത്തിന് ഏറ്റവും ടോപ്പ് പോസ്റ്റ് പൊസിഷൻ അല്ലേ, അത് പറയുന്നവർക്കൊന്നും എത്രത്തോളം ഒന്നും മനസ്സിലാവില്ല. ആ ഒരു ഫീല് വരണമെങ്കിൽ നമ്മൾ ആ വേദന ഉൾക്കൊണ്ടൊക്കെ പഠിക്കണം, അല്ലെങ്കിൽ അത് ആ സാഹചര്യങ്ങളൊക്കെ നമ്മൾ വരണം. നമുക്കൊരു അച്ചീവ്മെന്റ് ഉണ്ടാകുമ്പോൾ പോലും നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടാവും. അങ്ങനെ എത്തിയ ഒരാൾ ഞങ്ങൾക്കൊക്കെ മാതൃകയാണ്. ഞങ്ങൾക്കൊക്കെ ശരിക്കും ലൈക്ക് ഇത്രയും വലിയൊരാൾ നമ്മളൊക്കെ ഇങ്ങനെയാണ് നോക്കി കാണുന്നത്. എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. അമ്മയുടെ കുറേ സമയം ഞാൻ കട്ടെടുത്തു. ഞാനിവിടെ ചുമ്മാ ഇരിക്കല്ലേ, എനിക്ക് വേറെ വയ്യ, വയസ്സ് 80 ആകുക. ഏതായാലും അമ്മേ വളരെ നന്ദി. ഓ ആയിക്കോട്ടെ. ഞങ്ങൾക്ക് ഈ ക്യാമറയിൽ ഞങ്ങളോട് സഹകരിച്ചത് അമ്മയുടെ ഇളയ മകളുടെ ഇളയ മോനാണ്. അവനാണ് മൂത്ത മോനാണ് അല്ലേ, ഒരു കുഞ്ഞും കൂടി ഉണ്ട്. അമ്മയുടെ ഇളയ മകളുടെ മൂത്ത മോനാണ്. വന്നപ്പോൾ മുതൽ ഇങ്ങനെ പിരിവിരാ നടന്ന് ഞാൻ അവനോട് ഇരുന്നോളാം പറഞ്ഞു. അത് കുഞ്ഞുങ്ങളും കേട്ട് വളരട്ടെ എല്ലാം അല്ലേ അമ്മേ. ഓക്കെ അമ്മേ, താങ്ക് യു.